എടാ കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് ഷിയാസ് കരീമിൻ്റെ കുറേ വോയിസ് ചാറ്റുകൾ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഷിയാസ് കരീമിൻ്റെ മാത്രം ഇട്ടാൽ പോരാ, ആ സ്ത്രീ എന്താണ് പറയുന്നത് അതും കൂടി ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതുപോലെ പണ്ട് വേറൊരു കേസിൽ പെട്ടവനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം മുടങ്ങിയിട്ട് ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇപ്പോഴും സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് അത് ഗർഭിണിയും കൂടിയാണ് എന്നുള്ള കാര്യം പോലും ആലോചിക്കാതെ ഇവനുമായിട്ട് ഇങ്ങനെ കൊഞ്ച് കുഴയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഇവൻ്റെ നിലവാരം നോക്ക്, അതുപോലെ തന്നെ ആ സ്ത്രീയുടെ നിലവാരം നിങ്ങൾ നോക്ക്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ പൈസ ബാങ്ക് വഴി വേണ്ട. കാരണം എന്താ, ബാങ്ക് വഴി തന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയും, തെളിവുകൾ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ സ്വകാര്യമായിട്ട് തന്നാൽ മതി എന്ന്. ഏതായാലും ഇവൻ പണം തട്ടാൻ വേണ്ടി നിൽക്കുന്നവനാണ് നമുക്കറിയാം. പക്ഷെ ഇവന് കൊടുക്കുമ്പോഴേ ഒരു 2-3 വട്ടം ആലോചിക്കില്ലേ. ഇതിനു മുന്നേയും ഇവനെതിരെ കേസ് വന്നതാണ്, ആ സ്ത്രീയും ഇതുപോലെ പിന്നെ എന്താ പറയുക കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് എന്നുള്ള ഒരു വിവരം പോലും ഇല്ലാതെ ഇവൻ ഇനിയും കൊണ്ടു കൊടുക്കുന്ന ആ സ്ത്രീയോട് എനിക്ക് പുച്ഛം മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൽ ഇവന് വയസ്സും പ്രായമൊന്നും കുഴപ്പമല്ല. അതായത് ഇനി 60 വേണ്ടിയില്ല, 70 വേണ്ടിയില്ല, 40 വേണ്ടിയില്ല. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇവനോട് കൊഞ്ച് കുഴയാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവനുമായിട്ട് ഇവൻ ഇങ്ങനെ പറയണമെങ്കിൽ, പിന്നീട് തെറ്റിയിരുന്നു, ഇങ്ങനെ പറയണമെങ്കിൽ ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംസാരം കൂടി നടന്നിട്ടുണ്ടാവുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഇവൻ്റെത് മാത്രം പുറത്തു വിട്ടാൽ പോരാ, ആ സ്ത്രീയുടെ കൂടി പുറത്തു വിടണം. അതെന്താ പറഞ്ഞതെന്ന് എനിക്കറിയണം. അതായത് ഈ ഷിയാസ് എന്ന് പറയുന്നവൻ ഒരു പോഴനാണ്. അവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ല. ഇനി അടുത്തത് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് മാത്രമാണ്, ആ താരത്തിന്. അതായത് താരമാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരനാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും മാത്രമേ ഇവന് കൃത്യമായിട്ടും തന്നെ ഉദ്ഘാടനങ്ങളും അതുപോലെയുള്ള സംഭവമൊക്കെ കിട്ടുള്ളൂ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയോട് കൂടിയായിരുന്നു. പിന്നീട് ലക്ഷ്മി നക്ഷത്രക്ക് മനസ്സിലായി ഇവൻ ആൾ ശരിയല്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആദ്യം കുറേ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രവുമായിട്ടുള്ള റീലുകളായിരുന്നു. ആ സ്റ്റാർ മാജിക്കിൻ്റെ തുടക്കകാലത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ വലിയ പുള്ളിയാണ്, ഇവനെന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇവനെന്തോ ഒരു ഇതാണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പേടിത്തൊണ്ടനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ പൊക്കി നടക്കുന്ന ചില ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇവനെയൊക്കെ പൊക്കിയിട്ട് വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഇവനൊക്കെ വലിയൊരു നടനാണ്, ഇവൻ എന്ത് മണ്ണാങ്കട്ട നടനാണ്. അതായത് ആൾക്കാരെയും പറ്റിച്ച്, ഇതുപോലെ തന്നെ പല സ്ത്രീകളെയും പറ്റിച്ച് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ആ പൈസ കൊണ്ട് തിന്നുന്നതിലും നല്ലത് എന്ന് പറഞ്ഞാൽ ഇവന് വേറെ എവിടെന്നെങ്കിലും കൈയിട്ട് വാരി തിന്നുന്നതല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ്റെ അമ്മയും ഭാര്യയും എല്ലാവരും ഈ ചോറല്ലേ തിന്നുന്നത്. എന്തിനധികം പറയുന്നത്, ഇതിനിടയ്ക്ക് അനുമോള് വരെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ട്രീറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അനുമോള് വരെ തിന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഉണ്ടാക്കിയ പൈസയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നനുമോളെ ഇവനെ വിശ്വസിക്കരുത്. ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ ആരെ വേണമെങ്കിലും വിശ്വസിച്ചോ. കാരണം ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവനെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. ഇവൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ് ഇവൻ നടക്കുന്നതെങ്കിലും ഇവൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ചിന്താഗതി തന്നെയാണ്. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കുമോ? നമ്മൾക്കൊക്കെ പറ്റിക്കാൻ കഴിയുമോ? ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ബിസിനസ് പരമായിട്ട് ഇവൻ വാങ്ങിച്ച പൈസയാണ്. അതിന് ഇവൻ എന്തിനാണ് വെറുതെങ്കിലും ബാങ്ക് വഴി വേണ്ട എന്ന് പറയുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുമായിട്ടുള്ള സംസാരം കേട്ട് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഇനി എത്രത്തോളം ആൾക്കാർ വരും എന്നറിയില്ല, ഇനിയും ഒരുപാട് ആൾക്കാർ വരും എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതൊരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. ഒരു സ്ത്രീയായിരുന്നു, ആ സ്ത്രീ വലിയൊരു സംഭവമൊന്നും അല്ല കേട്ടാ. ആ സ്ത്രീയും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് കാണിക്കുന്ന ടീമാണെന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷനിൽ എടുത്തിട്ട് ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്തോ ഒന്ന് അടിച്ചിരുന്നോ, കരണ്ടടിച്ചു ഒളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്. അപ്പോൾ ഇവന് ഇതൊന്നും അല്ല തൊഴിൽ, കുറേ നാളുകളായിട്ട് ഇങ്ങനെ തുടങ്ങി എന്നാണ് പറയുന്നത് കമൻറ്റ് ബോക്സൊക്കെ കേട്ടാൽ. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ആ ബീഫിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് ഇവനെ എല്ലാവരും കുടുക്കിയതാണെന്നാണ്. ഒരു കുടുക്കലുമല്ല, ഞാൻ പറഞ്ഞാൽ ഒരു കുടുക്കലുമല്ല. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പേരിലുള്ള കമൻറ്റുകൾ, ഇത് സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവൻ അത്രയും ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഒരു ജോലിക്കും പോകാതെ വേറെ എന്ന ഗൾഫിലോ അല്ലെങ്കിൽ വേറെ എതിലോ നല്ല വലിയ വലിയ വണ്ടികൾ എടുക്കുന്നു, വീടുകൾ മോടി പിടിപ്പിക്കുന്നു. എവിടെന്നാ ഇവന് പൈസ? ഇവനെ സ്ഥിരമായിട്ട് ഉദ്ഘാടനത്തിന് ആരെങ്കിലും വിളിക്കുന്നുണ്ട്? എനിക്ക് അറിയാതുകൊണ്ട് ചോദിക്കുന്നതാ. സ്ഥിരമായിട്ട് ഇവനെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയിട്ട് 5 ലക്ഷം ഉറുപ്പിയും 10 ലക്ഷം ഉറുപ്പിയും കൊടുക്കാൻ ആൾക്കാർക്ക് എന്താ ചൊറിച്ചലുണ്ടാ? അതുമാത്രമല്ല, ഇവൻ തന്നെ പറയുന്നുണ്ട് ഈ ഷർട്ടും മറ്റേ പാൻറ്റും മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്കാണെന്ന് പറഞ്ഞ പോലെ അവൻ്റെ സംഭവമാണെന്ന്. അവൻ തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞാൻ പെട്ടിരിക്കുകയാണ് ഇപ്പോഴും, 5ൻ്റെ പൈസ എൻ്റെ കയ്യിലില്ലാന്ന്.
ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതുപോലെ പറഞ്ഞിട്ട് പല ആൾക്കാരെയും പറ്റിച്ചിട്ടാണ് ഈ ഷിയാസ് കരീം എന്ന് പറയുന്ന വലിയ മാന്യൻ, ആ മാന്യദേഹം ഇത്രയും വലിയ ഡയലോഗുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവൻ അടിക്കുന്നത്. വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവൻ്റെ കൂടെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഇവനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ചില മാക്രികൾ, അവരോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും പെടും ഇവൻ കാരണമാണെന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉള്ള കാര്യം പറഞ്ഞാൽ അവനിങ്ങനെ കോഴി മുട്ടയിടാൻ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അവൻ്റെ ഉള്ളു മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേമദാഹമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ഭാര്യയുടെ അവസ്ഥയാണ് അതിലും വലിയ പരിതാപകരം. കാരണം എന്താ അറിയുക, പ്രസവിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം ആകുന്നേ ഉള്ളൂ. അതായത് പേര് വിളിക്കൊക്കെ നമ്മളെ കുഞ്ഞാങ്ങളേൻ്റെ പിന്നെ കുട്ടീൻ്റെ പേര് വിളിക്കൊക്കെ നമ്മളെ കുട്ടിമോളൊക്കെ പോയിരുന്നേ. എന്നിട്ട് വലിയ ഫോട്ടോയും വലിയ സംഭവമൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇവൻ്റെ സ്വഭാവം ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുക. അതല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ഇവനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുക. അതല്ലേ വേണ്ടത്. ഇതൊക്കെ പോയിട്ട് ആ ഒരു ചടങ്ങിന് പോയിട്ട് എല്ലാവരും നല്ലോണം നക്കിയിട്ട് വന്നു. അവൻ്റെ കുടുംബം നശിച്ചാലും ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നക്കാൻ തോന്നിയത്? നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഇവൻ ആൾ ശരിയല്ല മോളെ, നീ ഭാര്യ മാത്രമേ ഉള്ളൂ, നിന്നെക്കാട്ടി സ്ഥാനമുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് പറയാൻ മേലേ? അതൊന്നും ഒരാൾ പോലും പറയത്തില്ല. കാരണം എന്താ അറിയാ, ഇവൻ വലിയ പുള്ളിയാന്നാ ഇവൻ തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെയൊക്കെ വീട്ടിൽ കയറ്റുമ്പോഴും വളരെയധികം സൂക്ഷിക്കണമായിരുന്നു. അല്ലാതെ ആങ്ങളെയാണ്, എൻ്റെ കുഞ്ഞാങ്ങളെയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, ഒരു 2 കൊല്ലം കൊണ്ട് നിങ്ങളും മാറുന്നേ എനിക്ക് പറയാനുള്ളൂ. അവൻ അതുപോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അവൻ്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അതായത് ആ ചാറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഇവൻ പറയുന്ന വളരെ മോശമായ കാര്യങ്ങൾ. ഇവനൊക്കെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വിചാരമുണ്ട്. ഇവന് പെണ്ണ് കെട്ടിച്ച് കൊടുത്ത ആളെ വേണം ആദ്യം നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടില്ല കേട്ടോ. ദുബായിലെങ്ങാറ്റുള്ളൊരു പെണ്ണാന്ന്. ആദ്യം ഇവൻ്റെ പേരിലുള്ള ആ ഒരു കേസ് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനും കൊണ്ട് ഓടീനി. എല്ലാവരും വന്നിട്ട് അതിനെ കുറ്റം പറഞ്ഞിനി. അതായത് ഒരു കേസ് വന്നപ്പോൾ തന്നെ പോകുന്നു, അല്ലെങ്കിൽ ഒരു കേസ് വന്നാൽ ആണുങ്ങളല്ലേ, ആണുങ്ങളായി കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ കുറേ ആൾക്കാർ, ഇവൻ്റെ PR ഉണ്ടാവുമല്ലോ, അവരൊക്കെ വന്നിട്ട് അതിനെ കുറേ തെറി പറഞ്ഞിരുന്നു. പക്ഷെ അത് പറഞ്ഞു ഇതാൾ വേറെയാണ്, ഞാനില്ല ഏതായാലും. അത് എന്താ കാരണം, ഇവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ്. പിന്നെ ഇവൻ കല്യാണം കഴിക്കാതെ കുറേ നാൾ നടന്നു നോക്കി. അങ്ങനെയാണ് ഇപ്പോഴും കാണുന്ന ആ ഭാര്യയെ കല്യാണം കഴിച്ചത്. അതിന് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വൈര്യം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത കേസ് വരും, അടുത്ത ആൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്കാർ വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഇത്രയും ആർഭാടപരമായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ ഈ വണ്ടിക്ക് പെട്രോൾ തന്നെ അടിക്കണ്ടേ, പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കാൻ, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇടുന്ന പൈസ, പളവള മിന്നുന്ന ഡ്രസ്സുകൾ, അതിനൊക്കെ എന്ന് പറയുന്നത് നല്ല പൈസ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരോടും ഇവനിങ്ങനെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവൻ അനുഭവിക്കുന്നത്. അതായത് ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പൈസയായില്ലേ, നാറി കുത്തുവാൾ എടുത്തില്ലേ. ഇനി ഇവനെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന മഹാരഥന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിലും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻ്റർവ്യൂ വെക്കുന്നതാണ്. അതായത് നാട്ടിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പൈസ പിരിച്ച് നടക്കുന്ന നമ്മുടെ എന്താ പറയുക ഭിക്ഷക്കാരില്ലേ, അവരെ വരെ വേണമെങ്കിൽ എന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിൽ വിളിക്കാം. പക്ഷേ ഇവനെ ഒന്നും ഒരു കാരണവശാലും വിളിക്കരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം. ആരും പോലെ.